ഹായ് മക്കളെ, ക്രിസ്മസ് പരീക്ഷയൊക്കെ അടുത്തെത്താൻ പോകുന്നതിൻ്റെ ഒരു ടെൻഷനിൽ ഒരു ഓട്ടത്തിലായിരിക്കും അല്ലേ എല്ലാവരും. സ്കൂളുകളിൽ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുൾ ടൈം ക്ലാസ്, PT പീരീഡ് ഒന്നുമില്ല, നമ്മൾ ഫുള്ള് ക്ലാസ്സാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളിങ്ങനെ NMMSൻ്റെ ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട് മലപ്പുറം ജില്ലയിലൊക്കെ പോയപ്പോൾ കണ്ടത് ശനിയാഴ്ച ആയിട്ടും ഞായറാഴ്ച ആയിട്ട് പോലും അവിടെ ക്ലാസ്സുകളിലേക്ക് വരുന്ന കുട്ടികളെയൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് മുഴുവൻ നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ കഷ്ടപ്പാടിൻ്റെ കാലങ്ങളാണ് എന്ന് മനസ്സിൽ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് ചെറിയ ഒരു കഥ പറഞ്ഞുതരാം. നിങ്ങളെപ്പോലെ തന്നെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടി. പക്ഷെ അവൾ നോക്കുമ്പോൾ അവൾ എന്നും സ്കൂളിൽ പോകും, നന്നായിട്ട് പഠിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ചില കാരണങ്ങളാൽ വിചാരിച്ചതുപോലെ മാർക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവൾ നോക്കുമ്പോൾ എപ്പോഴും അവൾ കഷ്ടപ്പെടാറുണ്ട് അല്ലെങ്കിൽ അവൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ കൂടെയുള്ളവരെ പോലെ ഒന്നും തന്നെ മാർക്ക് നേടാനായിട്ട് സാധിക്കുന്നില്ല, പിന്നോട്ടായി പോകുന്നു. അപ്പോൾ എന്നും ഇങ്ങനെ ആയപ്പോഴത്തേക്കും അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞു, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ മാത്രം എന്താണ്, എത്ര ശ്രമിച്ചിട്ടും എന്താണ് എനിക്കിങ്ങനെ സാധിക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അച്ഛൻ ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് 3 സാധനങ്ങൾ അച്ഛൻ അവളുടെ കയ്യിൽ കൊടുത്തു. ഒന്ന്, ഒരു ഉരുളക്കിഴങ്ങ് കൊടുത്തു. രണ്ടാമതായിട്ട് ഒരു മുട്ട കൊടുത്തു. പിന്നെ മൂന്നാമതായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഈ പാത്രത്തിലെ വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം, എന്നിട്ട് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇടണം, മുട്ടയിടണം, എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഇതെൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കുട്ടി കിച്ചണിലൊക്കെ പോകുന്നു, വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് അതിൽ ഉരുളക്കിഴങ്ങ് മുട്ടയിട്ട് വെച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആ പാത്രം തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഉരുളക്കിഴങ്ങ് ആ തിളച്ച വെള്ളത്തിൽ കിടന്ന് നന്നായി ഇങ്ങനെ വെന്ത് അലിഞ്ഞു പോയിരിക്കുകയാണ്. എന്നാൽ മുട്ടയോ ആദ്യം വളരെ സോഫ്റ്റ് ആയിരുന്നു. നിങ്ങൾക്കറിയാലോ മുട്ട പൊട്ടിയാൽ എന്താ സംഭവിക്കുക, തീർന്നു അല്ലേ, ലിക്വിഡാണ്. അപ്പോൾ അത് വളരെ സോഫ്റ്റ് ആയിരുന്ന ആ ഒരു എഗ്ഗ്, ബട്ട് ആ ഒരു തിളച്ച വെള്ളത്തിൽ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും അതിങ്ങനെ ഹാർഡായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും എടുത്ത് കാണിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, നോക്ക്, ഇങ്ങനെ ഈ ഒരു തിളച്ച വെള്ളത്തെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള നിങ്ങൾ സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഇഷ്യൂസ് ആയിട്ട് നമുക്ക് എടുക്കാം അല്ലേ. അപ്പോൾ ഇതേപോലെ ഇഷ്യൂസ് വരുമ്പോൾ ആൾക്കാർ 2 രീതിയിലാണ് ഇതിനോട് പ്രതികരിക്കുക. ഒന്നുകിൽ ഈ ഉരുളക്കിഴങ്ങ് പോലെ പ്രതികരിക്കാം, അതായത് അത് സോഫ്റ്റായി ആ പ്രശ്നത്തിൽ തന്നെ അലിഞ്ഞ് ഇല്ലാണ്ടായി തീരാ അല്ലേ. അതായത് ഇനി എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വിചാരിച്ച് സ്വയമേ ഇല്ലാതാവാം. അതല്ലെങ്കിൽ യു ക്യാൻ ബിക്കം ലൈക്ക് ദിസ് ബോയിൽഡ് എഗ് അല്ലേ. ആദ്യം വളരെ സോഫ്റ്റ് ആയിരുന്നാൽ ഇഷ്യൂസ് വരുന്നതനുസരിച്ച് ഹാർഡായി മാറിയിരിക്കുകയാണ് അല്ലേ, സ്വയം മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ മക്കളെ, നമ്മുടെ ലൈഫിലും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്കും 2 ചോയ്സ് ഉണ്ട്. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ പഠിച്ചു വന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു പക്ഷെ മാർക്ക് കിട്ടിയിട്ടില്ല, പിന്നോട്ട് പോയി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിനോട് മിസ് പറഞ്ഞ പോലെ 2 രീതിയിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തോറ്റു കൊടുക്കാം, എന്നെ കൊണ്ടൊന്നും ആവില്ല, ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് മാർക്ക് കിട്ടാറില്ല. ചിലരൊക്കെ വളരെ അഭിമാനത്തോടെ പറയുന്നത്, പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലാന്നേ, അങ്ങനെ പറയുന്നത് മിസ് കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓക്കെ, എനിക്കൊരു സെറ്റ് ബാക്ക് വന്നു, എനിക്കൊരു മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ ഒരു റിസൾട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇതാണ് എൻ്റെ ഇഷ്യൂ, അതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യണം, അതിന് ഏതൊക്കെ രീതിയിൽ ഞാൻ തയ്യാറെടുക്കണം, എങ്ങനെ ചെയ്താലാണ്, എങ്ങനെ പഠിച്ചാലാണ് എനിക്ക് മുൻപോട്ടേക്ക് എത്താനായിട്ട് സാധിക്കുക. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വയമേ സാധിച്ചെന്ന് വരില്ല, പുറമേയുള്ള ആൾക്കാരുടെ, നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെയോ ഒക്കെ ഹെൽപ്പ് വേണ്ടി വരും. ഓക്കെ, അങ്ങനെയുള്ള ഹെൽപ്പുകളൊക്കെ എടുത്ത് മുൻപോട്ട് വരാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാം അല്ലേ. അപ്പോൾ മക്കളെ, ഈ 2 തീരുമാനത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്നാമത്തെ ഡിസിഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അതായത് നിങ്ങളെ കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ല, ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ലൈഫിൽ അവിടെ തന്നെ തോറ്റുപോയിരിക്കുകയാണ്. ഇനി അതല്ല, രണ്ടാമത്തെ ഡിസിഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അവിടെ നിങ്ങൾക്ക് തുണയായി, നിങ്ങൾക്ക് സപ്പോർട്ടായി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് താങ്ങും തണലുമായി, നിങ്ങളുടെ ഓരോ ഉയർച്ചയിലും താഴ്ചയിലും ഒരു കമ്പാനിയനായി ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് വിജയത്തിലേക്ക് ഒന്നിച്ച് തന്നെ കൈപിടിച്ച് മുന്നേറാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.